ന്യൂമറോളജിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആയുർരേഖയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ചേച്ചി, ഈ ആയുർരേഖയിൽ എന്തൊക്കെ സത്യങ്ങളുണ്ട്? ആയുർരേഖ എന്ന് പറയുന്നത് നമ്മുടെ കയ്യില് ഈ ഭാഗം ഈ ഭാഗത്താണ് ഇതാണ് ആയുർരേഖ. മൂന്നാമത്തെ രേഖ. ഈ മൂന്നാമത്തെ രേഖ ആദ്യം ഹൃദയരേഖ, ബുദ്ധിരേഖ, ആയുർരേഖ. മിക്കവാറും നമ്മുടെ എല്ലാവരുടെ കയ്യിലും കാണുന്ന 3 രേഖയാണ് ബുദ്ധിരേഖ, ഹൃദയരേഖ, ആയുർരേഖ. അതിൽ ആയുർരേഖ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരാൾ ഹസ്തരേഖ നോക്കാൻ വരുമ്പോൾ മാഡം ഞാൻ വീട് വയ്ക്കുമോ, എനിക്ക് ജോലി കിട്ടുമോ, എപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആയുർരേഖ നോക്കണം. കാരണം ആയുസ് ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ നമുക്ക്. അപ്പം നമ്മൾ എപ്പോഴും ഹസ്തരേഖ പഠിക്കുന്നവരായാലും പറഞ്ഞു കൊടുക്കുന്നവരായാലും ഞാനും ഹസ്തരേഖയിൽ ആയുർരേഖ നോക്കിയിട്ടാണ് മിക്കവാറും ആയുർരേഖ തുടങ്ങുന്നത്. വ്യാഴമണ്ഡലത്തിൽ നിന്നും ചൊവ്വാമണ്ഡലത്തിൽ നിന്നും ഒക്കെയാണ്. ചിലവർക്ക് നല്ല ആയുർരേഖ ഉണ്ടാകും, ഒരു കുഴപ്പമില്ല. നല്ല നേരത്തെ തിക്കായിട്ടുള്ള ആയുർരേഖ തുടങ്ങിക്കഴിഞ്ഞ് അവസാനം വരെ കാണും. ഈ ആയുർരേഖ താഴോട്ട് ഇറങ്ങി ഒന്ന് വളഞ്ഞു പോവുകയാണെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്തെന്ന് വെച്ചാൽ ആര് പറഞ്ഞാൽ കേൾക്കത്തില്ല. അവർക്ക് 90-95 വയസ്സിന് ആയുസ് കാണും, പക്ഷെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇനി ആയുർരേഖ തുടങ്ങുന്ന ഭാഗത്ത് ചെറുതായിട്ട് ചങ്ങല പോലെ കാണുകയാണെങ്കിൽ കുഞ്ഞിനെ നിങ്ങൾക്ക് ഭാരാരിഷ്ടതയുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ ആയുർരേഖ ചിലപ്പോൾ ഒന്ന് മുറിഞ്ഞിരിക്കാം. ഒരു ആയുർരേഖ പകുതി വെച്ച് മുറിയുകയാണെങ്കിൽ നമുക്ക് അടുത്ത കയ്യിലും അവിടെ മുറിഞ്ഞിട്ടുണ്ടോ എന്ന്. ഒരു കയ്യിൽ മാത്രമായ ഫലപ്രവചനം പറ്റത്തില്ല, 2 കയ്യിലും ചിലപ്പോൾ മുറിഞ്ഞിട്ടുണ്ടാകും. 2 കൈ നമ്മൾ നോക്കണം. ഒന്ന് വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആയുർരേഖ ഓവർലാപ്പിംഗ് നമ്മൾ ബഡ് ചെയ്ത് വയ്ക്കൂലേ, ഈ ടൈപ്പ് ഇങ്ങനെ കാണാം. അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിയാലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ, ലെൻസൊക്കെ വെച്ച്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, നിങ്ങൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടോ? അപ്പം മരണം അറിയാൻ പറ്റും. മരണം 2 കൈയിലും അത് നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും അറിയാൻ പറ്റും. എനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഓവർലാപ്പിംഗ് അല്ല. ഓവർലാപ്പിംഗ് കൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കും. പ്രത്യേകിച്ച് അതും ഇപ്പം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഒരു നദിയുടെ ഗതിയെ നമുക്ക് മാറ്റി ഒഴുക്കാൻ പറ്റും എന്നാണ് സാർ ഞങ്ങൾക്ക് എൻ്റെ ഗുരുനാഥനൊക്കെ. അതുകൊണ്ട് ഞാനും എൻ്റെ കണ്ണിൽ കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കും ഓവർലാപ്പിംഗ് കൊണ്ട് സൂക്ഷിച്ചോളണമെന്ന്. ഇനി ഓവർലാപ്പ് അത് കറക്റ്റല്ലേ. ഒരാൾ മരത്തിൽ നിന്ന് വീണിട്ടുണ്ട്, രക്ഷപ്പെട്ടു. അങ്ങനെ മാഡം ഞാൻ അപ്പോൾ ഈ ഓവർലാപ്പിലൊക്കെ ഞാൻ പറയും ടെറസിൻ്റെ മണ്ടേ ചാടി കയറരുത്, മരത്തിൻ്റെ മണ്ടേ വളരെ അപ്പോൾ അത് കൊണ്ട് കെയറായിട്ട് വണ്ടി എടുക്കുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകാനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇനി മുറിയാൻ പാടില്ല. പിന്നെ ഇത് യവം എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ ആകൃതി വരും. ആയുർരേഖയ്ക്ക് ഗോതമ്പിൻ്റെ ആകൃതിയോ ദ്വീപിൻ്റെ ആകൃതിയോ വരികയാണെങ്കിൽ അസുഖം പറഞ്ഞു കൊടുക്കണം. വലിയ ദീപടയാളമാണെങ്കിൽ വലിയ അസുഖം, ചെറുതാണെങ്കിൽ ചെറിയ ഗോതമ്പിൻ്റെ ആകൃതിയാണെങ്കിൽ ചെറിയ അസുഖം. അതും 2 കൈയിലും ഉണ്ടോ എന്ന് നോക്കണം. ഇത് മാത്രം പോരാ, ആയുർരേഖയുടെ ഏറ്റവും താഴെ ഭാഗത്ത് യവം വരും. അപ്പോൾ അസുഖം തീർച്ചയായിട്ടും 90% നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിക്കാൻ പറയും. അതേപോലെ തന്നെ കറുത്ത സ്പോട്ട് വരാം, കാക്കപ്പുള്ളി വരാൻ പാടില്ല. വലത് കയ്യിൽ നോക്കണം, ഇടത് കയ്യിലും ഉണ്ടോയെന്ന്. അത് മാരകമായ രോഗമാണ്. പിന്നെ ആയുർരേഖയെ സപ്പോർട്ട് ചെയ്യുന്നത് കുജരേഖയുണ്ട്. സപ്പോർട്ട് എന്നുവെച്ചാൽ എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് കുജരേഖ. ആ മുറിഞ്ഞ സ്ഥലത്ത് കുജരേഖ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. മരണത്തിനെ പറ്റി നമ്മൾ ഇത് അറിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ മരിച്ചു പോകുന്നു. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ആയുർരേഖ എവിടെയെങ്കിലും പൊട്ടി മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. ചില സമയങ്ങളിൽ ആയുർരേഖ മുറിഞ്ഞ ഭാഗത്ത് ഒരു സ്ക്വയർ കാണും. സ്ക്വയർ ചിലപ്പോൾ സൈഡിലും കാണും, അതിൻ്റെ നടുക്കായിട്ടും കാണും. അങ്ങനെയാണെങ്കിൽ അവർ ഒരു ലേഡി വന്നിട്ട് കുറേ സമയം സംസാരിച്ച് നോക്കിയപ്പോൾ ആ 2 ഇടത് കയ്യിലും വലത് കയ്യിലും മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബുക്ക് തെറ്റാണോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ നന്നായിട്ട് നോക്കിയപ്പോൾ ആ മുറിഞ്ഞ ഭാഗത്തൊരു സ്ക്വയർ, ചെറിയ കയ്യാണ്, ഒരു സ്ക്വയർ. അപ്പോൾ അത് രക്ഷപ്പെട്ടത് അവരോട് പറഞ്ഞു കൊടുത്ത് ഭഗവാനോട് നന്ദി പറയാനായിട്ട്. അങ്ങനെ നമുക്ക് പല അപകടങ്ങളും ഒക്കെ നമുക്ക് ആയുർരേഖ നോക്കി പറയാൻ പറ്റും. മറിഞ്ഞു വീണ കാര്യം തീർത്തും പറഞ്ഞു. ആയുർരേഖ മാത്രം നോക്കിയാൽ പോരാ, നഖം കൂടി നോക്കണം.
നഖം വളഞ്ഞ് പരാലിസിസ് ഇവിടെ ദീപടയാളവും നഖം വളയുകയാണെങ്കിൽ പരാലിസിസ് ഉറപ്പാണ്. എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അത് എൻ്റെ അമ്മയുടെ രഞ്ജത്തി തന്നെ പരാലിസിസ് വന്നതിന് ശേഷമാണ് കണ്ടത്. അവിടെ ദീപടയാളം ഉണ്ടായിരുന്നു, നഖം താഴോട്ട് വളഞ്ഞ് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ആയുർരേഖയുടെ അപകടങ്ങളും മരണത്തിൻ്റെയൊക്കെ കുറേയൊക്കെ നമുക്ക് പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ചേച്ചി, ഇന്ന് നമുക്ക് ആയുർവേദത്തെ കുറിച്ച് പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് കാണാം. നന്ദി.